ഇവിടെ ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു നോൺ വെജ് അഡിക്റ്റ് ആയിരിക്കും. ഇവനെ കൊണ്ട് ഒരു ദിവസം പോലും ഇറച്ചി കഴിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും വീട്ടിൽ 2 ദിവസം മുന്നേ ഇറച്ചിയായിരിക്കും ചുടക്കി കഴിക്കുന്നുണ്ടാവുക. ഇവനോട് വൈഫ് എത്ര തന്നെ വെജിറ്റബിൾസ് കഴിക്കാൻ പറഞ്ഞാലും ഒരു കാര്യം ഉണ്ടാവില്ല. ഇവൻ ഓഫീസിൽ കൊണ്ടുവന്ന ഫുഡ് അടക്കം ഇറച്ചിയില്ലാത്തതുകൊണ്ട് തന്നെ കഴിക്കാതെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു ദിവസം ഇവനാണെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ടാകും. പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുക ബിരിയാണി എന്നാണെങ്കിൽ ഒരു പെണ്ണിന് നഖം കിട്ടുകയാണ്. അത് കാണുന്ന ഇവനും ഒരു ഷോക്കോട് നോക്കുമ്പോഴായിരിക്കും അത് ഇവന്റെ വൈഫിന്റെ നഖമാണെന്ന് മനസ്സിലാവുക. കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഹീറോ അവന്റെ വൈഫും ചേർന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് പോകുകയാണ്. ആ സമയത്തായിരിക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന പുതിയ നെയിൽ പോളിഷ് ഇവൻ നോട്ട് ചെയ്യുക. അങ്ങനെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇവർ ഷോപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഹീറോയ്ക്ക് ഓഫീസിൽ നിന്ന് കോൾ വരികയാണ്. ഒരു ക്ലയന്റിനെ കാണാനുള്ളതുകൊണ്ട് തന്നെ ഹീറോനോട് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇവനാണെങ്കിൽ ആ ക്ലയന്റിനെ കാണാൻ വേണ്ടി ആളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് ഇവൻ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറുകയാണ്. ആ സമയത്തായിരിക്കും അവൻ നഖം കിട്ടുക. സോ പെട്ടെന്ന് ഇവനും വൈഫിനെ കോൾ ചെയ്യാണ്. പക്ഷേ ഫോൺ ആണെങ്കിൽ എടുക്കുന്നുണ്ടാവില്ല. ഇവൻ അവളെ ഇറക്കി വിട്ടിട്ട് പോയിട്ട് തേർന്ന് നോക്കാണ്. പക്ഷേ അവിടെ ഒരു ക്ലൂ ഉണ്ടാവില്ല. ആക്ച്വലി ഇവന്റെ വൈഫ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ ഇവൾ ഒറ്റയ്ക്ക് കാണുന്ന ഒരു സൈക്കോ കിഡ്നാപ്പ് ചെയ്യാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവളെ കൊന്ന് അവളുടെ ബോഡി വെട്ടി മുറിച്ചതുപോലെ ഹോട്ടലിലേക്കും കടകളിലേക്കും വിറ്റിട്ടുണ്ടാവും. അങ്ങനെ ഹീറോ ഇത്ര നേരം കഴിച്ചാണെങ്കിൽ സ്വന്തം ഭാര്യനെ വെച്ചുണ്ടാക്കിയ ബിരിയാണിയാണ്. അതറിഞ്ഞതും അവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇന്ത്യയിൽ ഒരു ദിവസം ഇവളെ പോലെ 1000-ലേറെ ആൾക്കാർ കാണാതാവുന്നുണ്ട്. അതിൽ പകുതി പേര് എവിടെ പോയെന്ന് പോലും ആർക്കും അറിയില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. വീഡിയോക്ക് ലൈക്കും ചെയ്യുക.